പോരാമേ നിൻ കൂടെ കാതങ്ങൾ ദൂരെ മേഘങ്ങൾ പോലെ നാം ചേരുന്നേ താനേ ആനന്ദമേ സർവമാനന്ദമേ ആനന്ദമേ ആനന്ദമേ മരുഗമഗരി സനിരി നീതമ പസാമഗ ദസാനിരി സാനിരി സാ ആ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഇന്നത്തെ ഡേ എന്ന് പറഞ്ഞാൽ ഭയങ്കര ഒരു സ്പെഷ്യൽ ഡേ ആണ്. ഇന്ന് എൻ്റെയും ഡോൺ ചേട്ടൻ്റെയും പള്ളിയിലെ കല്യാണം കഴിഞ്ഞിട്ട് ഒരു വർഷമാവാണ് കേട്ടോ. ഭയങ്കര ഒരു സ്പെഷ്യൽ ഡേ ആണ്. ഞങ്ങൾ രണ്ടുപേരും ഒരുപാട് കൊതിച്ചിരുന്നിട്ടും നടക്കാതെ പോയ ഒരു കാര്യം നടന്നതിൻ്റെ ഒന്നാമത്തെ വാർഷികമാണ് കേട്ടോ. ഞങ്ങൾ സ്ട്രഗിൾ ചെയ്ത പോലെ തന്നെ നിങ്ങളും ഒരുപാട് ആഗ്രഹിച്ചിട്ടുള്ളൊരു കാര്യമാണ് ഞങ്ങളുടെ പള്ളിയിലെ കല്യാണം എന്ന് പറയുന്നത്. ഞങ്ങൾ അതിനുവേണ്ടി കുറേ നടന്നിട്ടുണ്ട്. നമ്മൾ എത്ര പറഞ്ഞാലും അത് ഞങ്ങൾ അനുഭവിച്ച ഒരു ടെൻഷനും കാര്യങ്ങളും, എന്നെക്കാളും കൂടുതൽ ഡൗൺ എന്ന വ്യക്തി അനുഭവിച്ച ഒരു മെൻ്റൽ സ്ട്രെസ്സും കാര്യങ്ങളും ഒക്കെ ശരിക്കും ഞങ്ങളിടയ്ക്കൊരു ബ്രേക്ക് എടുത്തതാണ് കേട്ടോ. ആദ്യം ഞങ്ങൾക്ക് ഭയങ്കര ആഗ്രഹമായിരുന്നു പള്ളിയിലെ കല്യാണം എന്നൊക്കെ ഉള്ളത്. പിന്നെ നമ്മൾ പ്രതീക്ഷിക്കാത്ത ഒത്തിരി ഹറാസ്മെൻറ്റും വർത്തമാനങ്ങളും ഒക്കെ വന്നപ്പം ഞാനായാലും ഡോൺ ചേട്ടനായാലും കുറച്ച് സ്റ്റെപ്പ് ബാക്ക് ചെയ്തൊരു കാര്യമായിരുന്നു പള്ളിയിലെ കല്യാണം എന്ന് പറയുന്നത്. നമുക്ക് വീട്ടിലുള്ളവർക്കൊക്കെ കുറേ ബുദ്ധിമുട്ടുണ്ടാക്കിയിട്ടുണ്ട്. ഞങ്ങൾ സ്റ്റെപ്പ് ബാക്ക് ചെയ്തതിൻ്റെ പേരിൽ കുറേ ബുദ്ധിമുട്ടുകൾ ഉണ്ടാക്കിയിട്ടുണ്ട്. പക്ഷെ ഞങ്ങൾ പേഴ്സണലി അനുഭവിച്ച കുറേ വിഷമങ്ങളുണ്ട്. അതുപോലെ പേരൻസും കൂടുതലും എഫക്റ്റ് ആയിട്ടുള്ളത് ഡോൺ ചേട്ടൻ്റെ പേരൻസ് തന്നെയായിരിക്കും. ഡാഡിയും മമ്മിയും തന്നെയാണ് ഈ ഒരു കാര്യത്തിൻ്റെ പേരിൽ കുറേ എഫക്റ്റഡ് ആയിട്ടുള്ളത്. അരമന കോടതിയിൽ പോവുക, അച്ഛന്മാരുടെ കുറേ വർത്തമാനങ്ങൾ കേൾക്കുക. അവർക്ക് മേ ബി അവരുടെ ജോലിയാകാം, പക്ഷേ കേൾക്കുന്ന നമ്മൾക്ക് അത് ഭയങ്കര ഹേർട്ടിങ് ആയിട്ടുള്ള കുറേ കാര്യങ്ങൾ നമ്മൾ ഫേസ് ചെയ്തിട്ടുണ്ട് ഒരമ്മയെന്ന നിലയിൽ. മമ്മി ഭയങ്കരമായിട്ട്, കാരണം നമ്മൾ അവർക്ക് കോർട്ടിലൊക്കെ പോയിട്ട് നല്ല എക്സ്പീരിയൻസ് ഉണ്ടല്ലേ, ഡിവോഴ്സ് കേസിനായിട്ട് കുറേ പോയിട്ട് നല്ല എക്സ്പീരിയൻസ് ഉണ്ട്. പക്ഷെ അവിടത്തേക്കാളും കുറച്ചും കൂടെ കയ്പ് കൂടിയ ചോദ്യങ്ങളും സെക്ഷൻസും ആയിരുന്നു നമുക്ക് അരമന കോടതിയിലുണ്ടായിരുന്നത്. അപ്പോൾ മമ്മി ആയിക്കോട്ടെ, ഡോൺ ചേട്ടനായിക്കോട്ടെ, ഡാഡി ആയിക്കോട്ടെ ഒക്കെ ലാസ്റ്റ് ഞാനും പോയി തുടങ്ങിയിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ എന്നോടിങ്ങനെ ഞാനിപ്പം നമ്മൾ ലീഗലി നമുക്കെല്ലാം കഴിഞ്ഞിരിക്കുന്ന ഒരാൾക്ക് വീണ്ടും ഒരു സെക്ഷൻ വെച്ചിട്ട് കാര്യമില്ലല്ലോ. അപ്പോൾ ഞാൻ ഒരു പ്രാവശ്യം ഡോൺ ചേട്ടൻ്റെ കൂടെ അരമനയിൽ പോയപ്പോൾ ഒരു പരിചയമുള്ള അച്ഛൻ വന്നിങ്ങനെ സംസാരിച്ചപ്പോൾ പറഞ്ഞു, ഇല്ല ഡിവൈൻ, ഇത് ഞങ്ങളുടെ രീതിയാണ്, ഓക്കെ ഫോർമാലിറ്റീസാണ്, ഓക്കെ സമ്മതിച്ചു. ഞാൻ പറഞ്ഞു, ഇങ്ങനെ ഒരു സെക്ഷൻ ഇനിയും വെച്ചിട്ട് യൂസ് ഇല്ല. ഡോൺ വേറൊരു കല്യാണം കഴിച്ചു, അതിൽ കുട്ടിയുണ്ട്, തോമുള്ള സമയത്താണല്ലോ കുട്ടിയുണ്ട്, അപ്പോൾ പിന്നെ അതിൻ്റെ ഒരു ആവശ്യമുണ്ടോ എന്നൊക്കെ ഞാൻ ചോദിച്ചിട്ടുണ്ടായിരുന്നു. ഞാനിങ്ങനെയല്ല ചോദിച്ചത്, വേറെ രീതിയിലാണ് ഞാൻ ചോദിച്ചത്. പക്ഷെ നമ്മളെ കുറേ പേര് പേഴ്സണലി സപ്പോർട്ട് ചെയ്തിട്ടുണ്ട്, അച്ഛന്മാരായിക്കോട്ടെ, കന്യാസ്ത്രീകളായിക്കോട്ടെ, ആരായാലും. പക്ഷെ അവർക്കും അതിര് വിട്ട് ഒന്നും ചെയ്യാൻ പറ്റില്ല. പള്ളിയിൽ നിന്ന് കുറേ സ്ട്രഗിൾസ് വന്നിട്ടുണ്ട്. പിന്നെ നമുക്ക് അച്ഛനാണ് എല്ലാം റെഡിയാക്കി തന്നത്. ജോർജ് അച്ഛൻ ഉണ്ടായിരുന്നപ്പോൾ ഓൾമോസ്റ്റ് കാര്യങ്ങൾ സെറ്റായിരുന്നെങ്കിലും പല കാരണങ്ങൾ കാരണം അത് നടന്നില്ല. അപ്പോൾ പിന്നെ ചാക്കോച്ചനായിട്ട് കൺസീവായി. മേ ബി ദൈവത്തിൻ്റെ തീരുമാനം അതായിരുന്നിരിക്കാം. ഇനി അടുത്തൊരു കൊച്ചൊക്കെ ആയിട്ട് പോയാൽ പോരെ. ഞങ്ങൾ പള്ളിയിലെ കല്യാണത്തിന് അന്വേഷിച്ച് നടക്കുമ്പോഴാണ് എനിക്കൊരു സംശയം വന്നിട്ട് ഞാൻ ചെക്ക് ചെയ്തിട്ട് പ്രഗ്നൻ്റ് ആണെന്ന് അറിയുന്നത്. ഞാൻ ഡോൺ ചേട്ടനോട് ആദ്യം ചോദിച്ചത്, നമ്മൾക്ക് സെക്കൻഡ് ബേബി കഴിഞ്ഞിട്ട് പോരെ കല്യാണവും കാര്യം. അപ്പോൾ ഡോൺ ചേട്ടൻ ഇങ്ങനൊരു സ്മൈൽ അയച്ചു കേട്ടോ. അപ്പോൾ ഞാൻ പറഞ്ഞു, ഞാൻ കൺസീവായിട്ടിരിക്കുകയാണ്, മേ ബി അതിനായിരിക്കും ദൈവം തട്ടി. കാരണം ഒരു ഓക്കെ പറഞ്ഞിരുന്നെങ്കിൽ ഞങ്ങളുടെ കല്യാണം 2023 നടന്നേനെ. 2020 ഞങ്ങളുടെ കല്യാണം കഴിഞ്ഞു, രജിസ്റ്റർ മാരേജ് കഴിഞ്ഞതാണ്. പക്ഷെ കല്യാണത്തിന് തൊട്ട് മുമ്പോട്ട് നമ്മൾ കുറേ പരിശ്രമിച്ചെങ്കിലും ഞാൻ ഡോൺ ചേട്ടനോട് ആദ്യമേ പറഞ്ഞിട്ടുണ്ടായിരുന്നു, നിങ്ങൾക്ക് അരമന കോടതിയിലെ കാര്യങ്ങൾ അറിയാത്തതുകൊണ്ടാണ്, ഒരു കാരണവശാലും കിട്ടില്ല. പക്ഷെ അവർക്കൊരു പ്രതീക്ഷ ഉണ്ടായിരുന്നു. ഞാനാണ്
ആദ്യം ഇനിഷ്യേറ്റീവ് എടുത്ത് പറഞ്ഞത് എനിക്ക് കുഴപ്പമില്ല, രജിസ്റ്റർ മാരേജ് ചെയ്യുന്നതുകൊണ്ട് എനിക്ക് പ്രശ്നമൊന്നുമില്ല, കാരണം ഇത് വെയിറ്റ് ചെയ്തിരുന്ന വർഷങ്ങൾ മുന്നോട്ട് പോകും. ഈ പറയുന്ന പോലെ ഇവിടെ എൻ്റെ പാരൻസ് വെയിറ്റ് ചെയ്യാൻ റെഡി ആയിരുന്നു കേട്ടോ. ഏതൊരാളെയും പോലെ മകളുടെ കല്യാണം ഉള്ള രൂപ വെച്ച് ആർഭാടമായിട്ട് നടത്തണം എന്നൊരു ആഗ്രഹം. ഇപ്പം എനിക്കും അങ്ങനെ കുറേ പണ്ട് ഞാൻ പറയുന്നത് എനിക്ക് ഗൗൺ ഇടണം, വെള്ള ഗൗൺ ഇട്ടിട്ട് വേണം പോവാൻ എന്നൊക്കെ ഞാൻ പറയായിരുന്നു കേട്ടോ. എൻ്റെ വെഡ്ഡിങ് ഹൈലൈറ്റ്സിനുള്ള പാട്ട് വരെ ഞാൻ എൻ്റെ മനസ്സിൽ കണ്ടുവെക്കുമായിരുന്നു. മീൻസ് ആരോടും പറയുമോ അങ്ങനെ ഡീപ്പ് ആഗ്രഹമൊന്നുമല്ല. പക്ഷേ ഇപ്പോൾ ആ പാട്ടുകളൊക്കെ കേൾക്കുമ്പോൾ ഞാൻ ഡിമ്പിളിനോട് പറയും, എന്താ ഞാൻ എൻ്റെ കല്യാണത്തിന് ഞാൻ ഉദ്ദേശിച്ചിരുന്നൊരു പാട്ടാണ്, അതാണ് ഇതാണ് എന്നൊക്കെ. പക്ഷെ എന്ന് വെച്ചാൽ ഭയങ്കര ഡ്രീമി ആയിട്ട് എനിക്ക് അത് വേണം, എനിക്ക് ഇതിൻ്റെ സ്വർണ്ണമാല വേണം, അങ്ങനെയൊന്നുമില്ല. പക്ഷേ ഞാൻ പറഞ്ഞില്ലേ, പള്ളിയിലെ കല്യാണമായിരുന്നെങ്കിൽ കുറച്ചും കൂടെ ബന്ധുക്കൾ സഹകരിച്ചതിന് എന്ന് എനിക്ക് അന്ന് തോന്നിയിട്ടുണ്ട്. പക്ഷേ ഞാൻ പറഞ്ഞില്ലേ, അതുകൊണ്ടൊന്നും ഞാൻ ഒട്ടും സാഡല്ല. എനിക്കറിയാം എന്താണ് ശരി, നമ്മളാണ്, നമ്മുടെ ലൈഫാണല്ലേ. ഒരച്ഛൻ പറഞ്ഞു കേട്ടിട്ടുണ്ട്, നമ്മൾ പള്ളിയിൽ കുറേ പേരെ വിളിച്ച് ആർഭാടമായിട്ട് കല്യാണം നടത്തി. അന്ന് തിരിഞ്ഞു നോക്കുമ്പോൾ കുറേ പേരുണ്ടാവും, പിന്നെ ഒരു പ്രശ്നം വരുമ്പോൾ തിരിഞ്ഞു നോക്കുമ്പം വേറെ ആരും ഉണ്ടാവില്ല, നമ്മൾ മാത്രമേ കാണുള്ളൂ. ഞാൻ ഡോൺ ചേട്ടൻ്റെ ബർത്ത്ഡേക്ക് പറഞ്ഞ പോലെ തന്നെ നമുക്കൊരിക്കലും പറഞ്ഞ് അറിയിക്കാൻ പറ്റില്ല നമ്മൾ അനുഭവിച്ച വിഷമങ്ങളും കാര്യങ്ങളും ഒന്നും തന്നെ പറഞ്ഞറിയിക്കാൻ പറ്റില്ല. അതിപ്പം ഡോൺ ചേട്ടനത് പറഞ്ഞ് ഒരു സ്ഥലത്ത് വന്നിരുന്ന് പറയാൻ അറിയാഞ്ഞിട്ടാണ്, അല്ലെങ്കിൽ അതിന് മൂപ്പർക്കത് ഇഷ്ടമില്ല, എൻ്റെ വിഷമങ്ങളായിരുന്നു അല്ലെങ്കിൽ ഞാൻ അനുഭവിച്ച കാര്യങ്ങളാണ്, അതെൻ്റെ മാത്രമാണ് എന്ന് ചിന്തിക്കുന്ന ഒരു വ്യക്തിയാണ്. അല്ലാണ്ട് വേറൊന്നും കൊണ്ടല്ല കേട്ടോ. ഡോൺ ചേട്ടനോട് ഞാൻ പല 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 സിറ്റുവേഷൻസ് ഇപ്പോൾ വരുന്നുണ്ട്. അപ്പോൾ ഞാൻ പറഞ്ഞിട്ടുണ്ട്, ഡോൺ ചേട്ടൻ വേണമെങ്കിൽ ഒരു ടോക്ക് എടുത്തിട്ട് ഡോൺ ചേട്ടൻ എന്താണെന്ന് നിങ്ങൾക്ക് ഒരുവിധം ഇപ്പം അറിയാം. എന്നാലും ഞാൻ പറയും, കുറേ പേർ, ഒരു 95% പേർക്കും ഡോൺ ചേട്ടനെ ഇഷ്ടമാണ്. പക്ഷെ ചിലർക്ക് ഇപ്പോഴും മുള്ളു കുത്തുന്ന ഒരു ആളാണ് ഡോൺ ചേട്ടൻ എന്ന് പറയുന്നത്. അതിപ്പം ഡോൺ എന്ന വ്യക്തിനെ അറിയാഞ്ഞിട്ടായിരിക്കാം. ഇപ്പോൾ നമ്മൾ പേഴ്സണൽ ഹറാസ്മെൻറ്റ്, മെൻ്റൽ ഹറാസ്മെൻറ്റ്, ഫിസിക്കലി ഒക്കെ അനുഭവിച്ച് വന്ന ആൾക്ക് അത് മനസ്സിലാവുള്ളൂ. അതിലൊരു പാർട്ട് ആകാൻ എനിക്കും പറ്റി. എന്തൊക്കെ ഒരാളുടെ ലൈഫിൽ നടക്കുന്നുണ്ട്. പിന്നെ എനിക്ക് കൂടുതലും ഈ ഒരു സംഭവം വന്നപ്പം പാഷ്വാലിറ്റിയുടെ കാര്യം എനിക്ക് കുറേ തോന്നി കേട്ടോ. നമുക്ക് ധ്യാനങ്ങൾ ഭയങ്കര നിർബന്ധമായിരുന്നു, ധ്യാനത്തിന് പോയേ പറ്റുള്ളൂ. പക്ഷെ വേറൊരാളുടെ വന്നപ്പം ധ്യാനത്തിന് പോയില്ലെങ്കിലും കുഴപ്പമില്ല. ഞങ്ങൾക്ക് പരിചയമുള്ള കുറേ അച്ഛന്മാർ ആദ്യം പറഞ്ഞു, നിങ്ങൾ കൗൺസിലിങ്ങിന് പോയാൽ മതി, 1 ഡേ കൗൺസിലിങ്ങിന് പോയാൽ മതി എന്നൊക്കെ പറഞ്ഞെങ്കിലും പലരുടെയും വാശി പോലെ എനിക്ക് തോന്നി, നിങ്ങൾ ധ്യാനത്തിന് പോയേ പറ്റുള്ളൂ, പിള്ളേരുണ്ടെന്നൊന്നും ഞങ്ങൾക്ക് അറിയണ്ട. ഈവൻ ഞാൻ പ്രീക്കാന കൂടിയിട്ടില്ലെങ്കിൽ, പ്രീക്കാന എന്ന് പറഞ്ഞാൽ മനസ്സിലാവും തോന്നുന്നു, കല്യാണത്തിന് മുമ്പ് വിവാഹ കോഴ്സ് ഉണ്ട്, അത് ഞാൻ അറ്റൻഡ് ചെയ്തിട്ടില്ലെങ്കിൽ ഞാനത് അറ്റൻഡ് ചെയ്യണം. അങ്ങനെ കുറേ കാര്യങ്ങളുണ്ടായിരുന്നു. എൻ്റെ ഭാഗ്യത്തിന് ഞാൻ കല്യാണത്തിന് മുമ്പ്, അതായത് ഞങ്ങൾ വെഡ്ഡിങ് ഡിസൈഡ് ചെയ്ത് കുറച്ച് നാൾ കഴിഞ്ഞ് ഞങ്ങളുടെ എൻഗേജ്മെൻറ്റ് റിങ് എക്സ്ചേഞ്ച്മെൻറ്റ് കഴിഞ്ഞിട്ട് ഞാൻ കൈയോടെ പോയി പ്രീക്കാന കൂടി. കാരണം ഡോൺ ചേട്ടൻ ഓൾറെഡി പ്രീക്കാന കൂടിയതാണ്. ഇഫ് എനിത്തിങ് അർജൻറ്റ് ആണെങ്കിൽ മാത്രം കൂടാം എന്ന് നമ്മൾ ആദ്യം ചോദിച്ചപ്പോൾ വേണ്ട, ഡിവൈൻ മാത്രം കൂടിയാൽ മതി എന്ന് പറഞ്ഞ് ഞാനിവിടെ ചങ്ങനാശ്ശേരിയിലാണ് കേട്ടോ പോയി കൂടുന്നത്. അതൊക്കെ കൂടി വെച്ചത് നന്നായി. ഞാൻ ആലോചിക്കുന്നത്, നമ്മൾ ലൈഫ് തുടങ്ങി കുറേ ഒരു സമയം കഴിഞ്ഞിട്ട് പ്രീക്കാന കൂടാൻ ഞാനിനി അവർക്ക് വേണ്ടി ചിലപ്പോൾ ക്ലാസ് എടുത്ത് കൊടുക്കേണ്ടി വരും, ലൈഫ് എന്താണ്, എവിടേക്ക് അഡ്ജസ്റ്റ് ചെയ്യണം എന്നൊക്കെയുള്ളത്. അപ്പം അങ്ങനെ നമുക്ക് ഫേവറേറ്റ്സും കുറച്ച് നമുക്ക് കിട്ടാണ്ട് പോയി എന്ന് ഞാൻ പറയും. ഞങ്ങൾക്ക് കുറച്ചധികം ഫേവറേറ്റ്സും കിട്ടിയിട്ടില്ല. പക്ഷെ പുറത്തുനിന്ന് കുറേ പേര് നമുക്ക് സപ്പോർട്ട് ചെയ്ത്, നമുക്ക് പേഴ്സണലി അറിയാവുന്ന അച്ഛന്മാരും കാര്യങ്ങളും. പക്ഷെ അവർക്കൊന്നും ചെയ്യാൻ പറ്റില്ല, ഇതിൻ്റെ ഇടപെടേണ്ട ആൾക്കാർ തന്നെ ഇടപെട്ട് നമുക്ക് ചെയ്യണമായിരുന്നു. പിന്നെ ആകെയുള്ളൊരു സന്തോഷം, മക്കളുടെ മുന്നിൽ വെച്ച് കല്യാണവും ഒക്കെ കഴിഞ്ഞു. വീട്ടുകാരുടെ ടെൻഷൻ എന്താണെന്ന് വെച്ചായിരുന്നാൽ, ഞങ്ങൾ വിലക്കപ്പെട്ട കനികളാണല്ലോ. അപ്പം ഞങ്ങൾക്ക് എന്തെങ്കിലും സംഭവിച്ച് ഞങ്ങളെ എന്ത് ചെയ്യും, അങ്ങനത്തെ കുറേ സങ്കടങ്ങൾ പേരൻസിനുണ്ടായിരുന്നു. എൻ്റെ അമ്മയ്ക്കൊക്കെ ഭയങ്കര സങ്കടമുള്ള കാര്യമായിരുന്നു. പള്ളിയിൽ ഞാൻ പറഞ്ഞില്ല, ഞങ്ങളുടെ പള്ളിയിൽ മനസ്സമ്മതം നടത്തണമെന്നൊക്കെ അമ്മയ്ക്ക് ഭയങ്കര ആഗ്രഹമായിരുന്നു കേട്ടോ. പക്ഷെ ഞാൻ പറഞ്ഞില്ലേ, ദൈവത്തിന് ഓരോ തീരുമാനങ്ങളുണ്ട്, അത് നമുക്ക് മാറ്റാൻ പറ്റില്ല എന്നുള്ളത് എനിക്ക് എൻ്റെ ഒരു കാര്യം വന്നപ്പം മനസ്സിലായി എന്നുള്ളതാണ്. കാരണം നമ്മൾ തീരുമാനിക്കുന്ന പോലെയല്ല കാര്യങ്ങൾ. ഓൾറെഡി നമുക്ക് വേണ്ടി കുറേ കാര്യങ്ങൾ ഇങ്ങനെ ടൈപ്പ് ചെയ്ത് എൻ്റർ അടിച്ച് വെച്ചിരിക്കുകയാണ്. അപ്പം നമ്മൾ അതിലൂടെ തന്നെ നടന്നു പോയേ പറ്റും. അപ്പോൾ ഞാൻ ഇപ്പോൾ പോയി ത്രെഡൊക്കെ ചെയ്ത് വന്ന് ഞാൻ പറഞ്ഞില്ല, വീഡിയോ എടുക്കുമ്പോൾ എനിക്ക് ഒട്ടും കോൺഫിഡൻസ് ഇല്ലായിരുന്നു. ത്രെഡ് ചെയ്ത് കഴിഞ്ഞപ്പോൾ എനിക്കൊരു കോൺഫിഡൻസ് വന്നു. ബ്ലീച്ചൊക്കെ ചെയ്തു. അങ്ങനെ
ഒന്ന് സെറ്റായിട്ടുണ്ട്. ഇനിയിപ്പോൾ നാളെ ഡോൺ ചേട്ടൻ വരുമെന്ന് പറഞ്ഞിട്ടുണ്ട്. അതായത് നിങ്ങളിപ്പോൾ കാണുമ്പോൾ ഓൾറെഡി ഡോൺ ചേട്ടൻ വന്നിട്ടുണ്ടാവും. എൻ്റെ സൗണ്ട് പോയതെന്ന് വെച്ചാൽ വെള്ളം മാറി കുളിച്ചിട്ട് തണുപ്പിറങ്ങി. ഇവിടുത്തെ വെള്ളത്തിന് ഭയങ്കര തണുപ്പാണ്, കുളത്തിൽ നിന്ന് വരുന്ന വെള്ളമാണ്. അങ്ങനെ ഇത് അച്ഛൻ്റെ ഗാർഡനും കാര്യങ്ങളൊക്കെ ഉണ്ട് ഇവിടെ. അപ്പോൾ ഞങ്ങളുടെ ഈ ഒരു ജേണിയിൽ കുറേ പേര് സപ്പോർട്ട് ചെയ്തിട്ടുണ്ട് കേട്ടോ. കുറേ പേര് സപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. ഈ കല്യാണം നടക്കാൻ വേണ്ടി പ്രാർത്ഥിച്ചതും ഇതിനു വേണ്ടി ചുക്കാൻ പിടിച്ചവരും ഒക്കെ ഉണ്ട്. എസ്പെഷ്യലി പേരൻസ്, അത് ഒട്ടും പറയാതിരിക്കാൻ പറ്റില്ല. അവരോടും ഒരുപാട് നന്ദി. ഞങ്ങൾ വിഷമിപ്പിച്ചിട്ടുണ്ടെങ്കിൽ സോറി. ബിക്കോസ് ഞങ്ങൾക്ക് അതിലേറെ വിഷമങ്ങൾ ഉണ്ടായിരുന്നു മനസ്സിൽ. എല്ലാവരോടും ഒരിക്കലും ഓപ്പൺ അപ്പ് ആക്കാൻ പറ്റില്ല. എനിക്ക് ആഗ്രഹം ഉണ്ടായിരുന്നെങ്കിലും പക്ഷെ ഡോൺ ചേട്ടൻ്റെ വിഷമം എനിക്ക് മനസ്സിലായി. ആൾക്കത് ഒട്ടും പറ്റുന്നുണ്ടായിരുന്നില്ല എന്ന് മനസ്സിലായപ്പോൾ ഞാനത് സ്റ്റെപ്പ് ബാക്ക് ചെയ്തതാണ്. ആൾക്കാർക്ക് ഞങ്ങൾക്ക് മടിയാണ് അതെന്നൊക്കെ പറയും, പക്ഷെ ഞങ്ങൾ അനുഭവിച്ച ടെൻഷൻ അത് ഞങ്ങളുടെ മാത്രം ടെൻഷനാണല്ലേ. അപ്പോൾ അങ്ങനെയൊക്കെ വിശേഷങ്ങൾ ഞങ്ങളെ ഈ ഒരു ജേണിയിൽ നിങ്ങളും ഉണ്ടായിരുന്നു അല്ലേ. ഏറ്റവും സെറ്റ് കാര്യങ്ങൾ നിങ്ങൾക്കും അറിയാം. സോ നിങ്ങളുടെ പ്രേയേഴ്സിലും ഞങ്ങളെ ഓർക്കുക. ഞങ്ങളുടെ ഒരു ലൈഫ് ഫുൾഫില്ലായിട്ട് കുറേ വർഷങ്ങളിങ്ങനെ പോട്ടെ ചെയ്യുന്നു. അപ്പോൾ നമുക്ക് നാളെ കുറച്ച് വ്ളോഗൊക്കെ ആയിട്ട് വരാം. അതുവരെ എല്ലാവർക്കും ബൈ. അഡ്വാൻസ് ഹാപ്പി ആവണം കേട്ടോ.